തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ ഡോക്ടർ ശശി തരൂറും രാജീവ് ചന്ദ്രശേഖറും തമ്മിൽ നേർക്കുനേർ മത്സരമാണ്. ഇവിടെ CPIയുടെ സ്ഥാനാർത്ഥിയായ പന്ന്യൻ രവീന്ദ്രൻ്റെ സ്ഥാനാർത്ഥിത്വം പോലും ഇവിടെ പ്രാധാന്യം കൽപ്പിക്കപ്പെടുന്നില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെല്ലാം നോക്കിയാൽ ഇവിടെ ശശി തരൂർ BJPയെ പരാജയപ്പെടുത്തിയ ചരിത്രമാണുള്ളത്. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജഗോപാൽ ഇവിടെ 2,82,000 വോട്ടുകൾ നേടി. എന്നിട്ടും അദ്ദേഹം 15,470 വോട്ടുകൾക്ക് ശശി തരൂറിനോട് പരാജിതനായി. അതേ ഒരു രാഷ്ട്രീയ സാഹചര്യം തന്നെയാണ് 2019 ഉണ്ടായത്. കുമ്മനം രാജശേഖരൻ എന്ന അതികായനായ നേതാവിനെ ശശി തരൂർ തോൽപ്പിച്ചു. അദ്ദേഹം മിസോറാം ഗവർണർ സ്ഥാനം രാജിവെച്ചായിരുന്നു തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ BJP പ്രവർത്തകരുടെ നിർദ്ദേശപ്രകാരം മത്സരിക്കാൻ എത്തിയത്. അത് അദ്ദേഹത്തിന് തിരിച്ചടിയാവുകയും ചെയ്തു. ഇക്കുറി രാജീവ് ചന്ദ്രശേഖർ എന്ന കേന്ദ്രമന്ത്രിയാണ് മത്സരിക്കുന്നത്. തൊട്ടതെല്ലാം പൊന്നാക്കിയ വ്യക്തി എന്ന രീതിയിലാണ് അദ്ദേഹത്തിനെ കുറിച്ച് പറയുന്നത്. ഇനി കാര്യം നടക്കും എന്ന രീതിയിലാണ് ഫ്ലക്സ് ബോർഡുകളിലെല്ലാം അദ്ദേഹത്തിനെ കുറിച്ച് പറയുന്നത്. എന്നാൽ ശശി തരൂറിന് സംസാരം കൂടുതലാണെന്നും ചെയ്ത്ത് കുറവാണെന്നും ഒക്കെയുള്ള രാഷ്ട്രീയ സാഹചര്യമാണ് വെച്ച് വിളമ്പുന്നത്. പക്ഷേ തിരുവനന്തപുരത്തിൻ്റെ രാഷ്ട്രീയ സാഹചര്യം പരിശോധിച്ചാൽ നമുക്കറിയാം, ഇവിടെ ഡോക്ടർ ശശി തരൂറിൻ്റെ മുന്നേറ്റം ഒരിക്കലും അദ്ദേഹത്തിൻ്റെ പാർട്ടിപരമായിട്ടല്ല. കോൺഗ്രസ് പലയിടത്തും അതിദയനീയമായി 3-ാം സ്ഥാനത്ത് പോയ സാഹചര്യങ്ങളുണ്ട്. എന്നിട്ട് പോലും ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം തിരിച്ചു പിടിക്കണമെങ്കിൽ ശശി തരൂർ എന്ന രാഷ്ട്രീയ സ്ഥാനാർത്ഥിയുടെ അവിടുത്തെ വ്യക്തിത്വത്തിന് കൊടുക്കുന്ന മറുപടിയാണ്. ശശി തരൂറിൻ്റെ രാഷ്ട്രീയ ഇടപെടൽ വളരെ സുതാര്യമാണ്. ആരെയും ആക്ഷേപിക്കാറില്ല. ആർക്കും പ്രകോപനം തോന്നുന്ന ഒരു രാഷ്ട്രീയ അന്തരീക്ഷം അദ്ദേഹം സൃഷ്ടിക്കാറില്ല. അതെല്ലാം കൊണ്ടാണ് ശശി തരൂർ എന്ന വ്യക്തിയോട് ജനങ്ങൾക്ക് ഇത്രമേൽ മതിപ്പ് തോന്നുന്നത്. പക്ഷേ ഒരു കാര്യമുണ്ട്, രാജീവ് ചന്ദ്രശേഖറിൻ്റെ രാഷ്ട്രീയം തികച്ചും വ്യത്യസ്തമാണ്. അദ്ദേഹം ഒരു കോർപ്പറേറ്റ് രീതിയിലുള്ള രാഷ്ട്രീയമാണ് ഇവിടെ കളിക്കുന്നത്. പക്ഷേ അത് വില പോകുമോ എന്നുള്ള രീതിയാണ്. ഹിന്ദുത്വ അജണ്ട എപ്പോഴും ആധിപത്യം സ്ഥാപിക്കുന്ന രീതിയിൽ BJP അവിടെ പ്രവർത്തിക്കുമ്പോൾ അതിന് പകരമായിട്ട് ഇവിടെ കൃത്യമായ ഒരു രാഷ്ട്രീയം വിളമ്പുന്നുണ്ട്. അതായത് ഡെവലപ്മെൻറ്റ് പൊളിറ്റിക്സ്. ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്ന ഇത്തരത്തിലുള്ള ഡെവലപ്മെൻറ്റ് പൊളിറ്റിക്സിന് കൊടുക്കുന്ന മറുപടി തന്നെയായിരിക്കും ശശി തരൂറിൻ്റെ ഇത്തവണത്തെയും മുന്നേറ്റം എന്ന് തന്നെയാണ് മതേതര പ്രവർത്തകർ ആഹ്വാനം ചെയ്തിരിക്കുന്നത്. അത് എല്ലാ രീതിയിലും മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് തീവ്രമായ ശ്രമം.